ഈ മയക്കുമരുന്ന് കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ ഇപ്പോഴെന്നല്ല ഇത് മുമ്പേ ഉള്ള പണ്ടേ ഉള്ളത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ കാണുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിനും പൈസയ്ക്കും വേണ്ടിയിട്ട് അമ്മേനെയും അച്ഛനെയും സഹോദരങ്ങളെയും എല്ലാ എണ്ണത്തിനെയും കൊല്ലണ ഒരു കാലമാണ് ഇപ്പോഴും നടക്കണത്. ഇത് ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവമാണ്. കണ്ണൂർ കേളകത്ത് മയക്കുമരുന്ന് അടിച്ചുകൊണ്ട് ഒരു മകൻ 25 വയസ്സായ ക്രിസ്റ്റി എന്ന് പറയുന്ന 25 വയസ്സ് ഇത്രയേ ഉള്ളൂ പ്രായം. 53 വയസ്സേ ഉള്ളൂ ആ അമ്മയ്ക്ക്. ആ അമ്മയെ ഈ മകൻ കഴുത്തറുത്ത് കൊല്ലേണ്. അതിന് കാരണം അവിടെ വാക്ക് തർക്കം നടക്കുന്നു. സ്ഥിരം ആ വീട്ടിലുള്ള സംഭവമാണ്. അയൽവാസികളൊക്കെ പറയുന്നുണ്ട്. മയക്കുമരുന്ന് അടിച്ചിട്ടാണ് ഈ സംഭവങ്ങൾ അവിടെ നടക്കുന്നത്. അതിന് ഉപദേശിക്കുമല്ലോ അമ്മമാരായാലും അച്ഛന്മാരായാലും. പോലീസിന് കൊടുക്കണം അല്ലേ, മോനാണെന്നൊന്നും നോക്കരുത്. അല്ല, ചില അമ്മമാരെന്നല്ല എല്ലാ അമ്മമാർക്കും ഉണ്ടാവുന്ന ഒരിതാണ്. സ്വന്തം മകൻ അവരെ അത്രയും കഷ്ടപ്പെട്ടല്ലേ വളർത്തുന്നത്. അവര് നൊന്ത് പ്രസവിച്ച മകനെ അതേ കണക്ക് വളർത്തി പാലൂട്ടി വളർത്തി ഇത്രയും വലുതാക്കി കഷ്ടപ്പെട്ട് അവർക്കൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ അത് ചെയ്യണത്. അതിൻ്റെ ഇടയിൽ ഏതൊരു അമ്മയ്ക്കായാലും സ്നേഹമുള്ള അച്ഛനായിരുന്നാലും അത് തോന്നൂല. ഈ മകനെ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ അവരെ പോലീസിൽ ഏൽപ്പിക്കാനോ ഒന്നും തോന്നൂല. സംഭവം എന്ന് പറഞ്ഞാൽ ഡിഗ്രി എടുക്കാനായിട്ട് ബാംഗ്ലൂർ അയക്കുകയാണ്. ഈ പഠനം പൂർത്തിയാക്കാതെ ഈ ക്രിസ്റ്റി നാട്ടിലേക്ക് വരികയാണ്. അപ്പോഴേ ഈ ബാംഗ്ലൂർ വെച്ചേ ഇവന് കുറെ കൂട്ടുകെട്ടൊക്കെ മയക്കുമരുന്ന് ഇങ്ങനെയുള്ള ഒരിതായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇത് നാട്ടിൽ വന്നിട്ടും പഠിത്തം പൂർത്തിയാക്കാതെ വരുമ്പോൾ ഏതൊരു അമ്മയായാലും അച്ഛനായാലും ചോദിക്കൂലേ, കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രയും ഇതായി അവന് അവിടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയുകയാണ് ബാംഗ്ലൂരിൽ പോയി പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ബാംഗ്ലൂരേക്ക് അയക്കണത്. ആ പഠനം പോലും പൂർത്തിയാക്കാതെ ഇവ നാട്ടിലേക്ക് വരികയാണ്. വന്നിട്ട് പിന്നെ അവിടെ നിരന്തരം വഴക്കാണ്. ഇവന് പണം വേണം, മയക്കുമരുന്നടിക്കാൻ പണം വേണം. അമ്മ ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്, ടൈലറാണ്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് ഈ മകനെ പഠിപ്പിക്കുന്നതും. അതുപോലെ ഇവർ 2 സഹോദരങ്ങളാണ്. ഒരു സഹോദരിയുണ്ട്. യവന് അതിനെ കല്യാണം കഴിച്ച് അയച്ചു. ഇല്ലായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ജീവിതവും യവൻ തൊലച്ചനെയായിരുന്നു. പിന്നെ അച്ഛൻ വീട്ടിൽ ഇല്ലായിരുന്നു ആ സമയത്ത്. അച്ഛൻ വെളിയിലോട്ടിറങ്ങി പോയ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഈ അമ്മയെ കൊല്ലണത് പൈസയ്ക്ക് വേണ്ടിയിട്ട്. കഞ്ചാവ് അടിക്കാൻ, മയക്കുമരുന്നടിക്കാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഉള്ള മക്കളെ ഒരു മക്കൾ പോണ പോക്ക് നോക്കിക്കൊള്ളണം. ഈ പകുതി കൂടുതൽ പിള്ളേരും പുറത്തു പോയി പഠിക്കാൻ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പഠിക്കണമെന്ന് പറയണത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല. അവർക്ക് കൂടുതലും കുറച്ചും കൂടെ ഫ്രീഡം കിട്ടാനും, ഫ്രീഡം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ഫ്രീഡം, അതായത് ഈ കൂട്ടുകെട്ടും കഞ്ചാവും മദ്യപാനവും അല്ലെങ്കിൽ വേറെ ശീലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് വേണ്ടിയാണ് അവൻ ബാംഗ്ലൂർ പോകണം എന്ന് പറ. അതുകൊണ്ടാണല്ലോ പഠിത്തം പകുതി വെച്ച് ആക്കിയിട്ട് തിരിച്ചു വന്നത്. സ്വാഭാവികമായിട്ട് ആരായാലും ചോദ്യം ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ ഈ കണ്ടത്. മകൻ ഈ ലഹരിക്ക് അടിമയായിരിക്കും തിരിച്ച് നാട്ടിൽ വരണത്. പഠിക്കാൻ വയ്യെന്ന് പറഞ്ഞ് പൂർത്തിയാക്കാതെ വരുമ്പോഴേ മനസ്സിലാക്കാന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ വരുമ്പോൾ അമ്മ നിർബന്ധിച്ചിട്ടുണ്ട്, എന്തിനാണ് മകനെ നീ ഇത് ചെയ്യണത്, അങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നിരന്തരം പൈസ ചോദിച്ചുകൊണ്ടിരിക്കുക. അവൻ ഈ ലഹരി അടിക്കണമെങ്കിൽ പണം വേണം. പണം അവന് വല്ല ജോലിക്കാ പോണോ? ഇല്ലല്ലോ. അപ്പം ഈ അമ്മ അച്ഛൻ്റെ അടുത്ത് ഒരുവിധപ്പെട്ട മക്കൾ ചോദിക്കൂല. ഈ അമ്മമാരുടെ അടുത്താണ് ആ മക്കൾക്ക് കുറച്ചും കൂടെ ചോദിക്കുന്നത്. അമ്മമാരുടെ അടുത്താണ്. ഈ നല്ല കാര്യത്തിനാണെങ്കിൽ വേണ്ടൂല, എന്നാ മോനെയൊന്നും പറഞ്ഞെടുത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയുള്ള ദുശീലങ്ങൾ നാട്ടിൽ വന്നിട്ടും തുടർന്നുകൊണ്ടിരുന്നു. ആ പെറ്റ് വളർത്തിയ ആ അമ്മയെ ഒരിക്കലെങ്കിലും ചിന്തിച്ചു കാണോ അല്ലേ? സത്യം പറഞ്ഞ ഈ ഒരു കേട്ടപ്പോൾ തന്നെ കണ്ണങ്ങ് നിറഞ്ഞു. ഈ ന്യൂസ് കണ്ടപ്പോൾ നേരം വെളുത്തു. ആ ഒരു മകൻ്റെ കൈ കൊണ്ട് മരിക്കണമെങ്കിൽ അത് എത്ര നേരം അവൻ ശ്രമിച്ചാണ് ആ അമ്മയെ എങ്ങനെ ചെയ്തത്. കഴുത്തറക്കുന്ന സമയത്ത് പൈസ വേണമായിരുന്നു. പൈസക്ക് വേണ്ടിയിട്ട് അമ്മയാണെന്ന് ചിന്തിച്ചു. നാട്ടുകാരൊക്കെ വരെയാണ് കണ്ട. അവൻ കൂളായിട്ട് നിൽക്കുകയാണ്. അവനൊന്നും ഇല്ലാത്ത ഒരിതിൽ നിൽക്കുകയാണ്. അവൻ അടുത്ത അയൽവാസിയെ അറിയിക്കുന്നു, അയാൾ വരുന്നു. അതിനിടയിൽ ഗീതമ്മയുടെ സഹോദരന്മാർ 2 പേര് വരുന്നു. അവർ വെളിയിൽ വന്ന് നോക്കി നിൽക്കാനേ പറ്റണോളൂ. ഇവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. ഇവന് ഒരു രക്ഷയില്ല. ഇവന് അങ്ങ് ഭയങ്കര ബലമാണ്. ബലത്തിൽ അവരെ കീഴ്പ്പെടുത്താൻ നോക്കുന്നുണ്ട്. ബാക്കിയുള്ള അയൽവാസികളും ഈ സഹോദരങ്ങളും കൂടെ ഇവനെ കീഴ്പ്പെടുത്താൻ നോക്കുന്നു. അപ്പോഴൊക്കെ ഇവർ പെടഞ്ഞു. പിന്നെ പോലീസിനെ അറിയിക്കുന്നു.
അപ്പോഴൊക്കെ അവർ മരണപ്പെട്ട് കഴിഞ്ഞു. ഈ അമ്മ മകൻ്റെ കൈ കൊണ്ട് തന്നെ തീർന്ന. കൊളക്കാട് അമ്മയെ മകൻ കഴുത്തറത്തു കൊന്നു. കൊളക്കാട് താന്നിക്കുന്നിലെ മടത്തിപ്പറമ്പിൽ ഗീതമ്മയാണ് മകൻ കൊന്നത്. മകൻ ക്രിസ്റ്റി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ഇയാൾ ലഹരി മരുന്നിന് അടിമയെന്ന് പോലീസ് പറഞ്ഞു. മഹിളാമോർച്ച ജില്ലാ കമ്മിറ്റി അംഗമാണ് കൊല്ലപ്പെട്ട ഗീതമ്മ. രാത്രി 10:30യോടെയായിരുന്നു സംഭവം. വിശദാംശങ്ങളുമായി നിയാസ് റഹ്മാൻ ചേരുന്നുണ്ട്. നിയാസ്, എങ്ങനെയാണ് ഈ കൊലപാതക വിവരം പുറത്തറിയുന്നത്? നിയാസ് സംഭവ സ്ഥലത്താണുള്ളതെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? പവിത്ര, ദാരുണമായ സംഭവമാണ് ഇന്നലെ രാത്രിയിൽ ഉണ്ടായത്. ഈ കൊളക്കാട് എന്ന് പറയുന്ന ഈ ചെറിയ ഒരു ഗ്രാമത്തിൽ ഈ നാട്ടുകാരൊക്കെ തന്നെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പവിത്ര സൂചിപ്പിച്ച പോലെ ഈ കൊലപാതകം നടന്ന വീടിൻ്റെ പരിസരത്താണ്. വീടിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. പോലീസ് ഇവിടെ സീൽ ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏകദേശം 9 മണിയോടെയാണെന്നാണ് മനസ്സിലാവുന്നത് ഈ കൊലപാതകം നടന്നത്. അമ്മയുമായി ഒരു വഴക്ക് വീട്ടിനകത്ത് വെച്ചുണ്ടായി. ക്രിസ്റ്റി എന്ന് പറയുന്ന 25-കാരനാണ് അമ്മ ഗീതമ്മയെ കൊലപ്പെടുത്തിയത്. വീട്ടിൽ പതിവായി വഴക്കുണ്ടാകാറുണ്ടെന്ന് അയൽക്കാരും നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്നുണ്ട്. ഏതായാലും അതിനുശേഷമാണ് ഈ കൊലപാതകം സംഭവിച്ചത്. കിടപ്പുമുറിയിൽ കഴുത്തറുത്ത നിലയിലായിരുന്നു അമ്മയെ കാണപ്പെട്ടത്. വലിയ തോതിൽ രക്തം വാർന്നിരുന്നു. വീട്ടിൽ തന്നെ മരിച്ചു എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. അവരെന്ത് പിടഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഒരു മകൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ അമ്മേരെ അല്ലേ ആ നിസ്സഹായ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രത്തോളം വളർത്തി വലുതാക്കിയ ഒരു മകനാണ് ഇങ്ങനെ ചെയ്യണത്. ചിലപ്പോൾ അവർ ചെയ്യുന്ന സമയത്തും അമ്മയ്ക്ക് മകനെ ഇടിച്ച് കൊല്ലണമെന്നൊക്കെ തോന്നിക്കാണും. പക്ഷെ അവര് മോനെ നൊന്താലോ എന്ന് മോന് വേദനിക്കാതെ വിചാരിച്ചുകൊണ്ടുണ്ടാവും, ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടുണ്ടാവും. ആ മകന് വേദനിക്കുമല്ലോ. ആ അമ്മയെ എത്രത്തോളം ചെയ്യുമ്പോൾ ആ അമ്മ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചിന്തിച്ചിട്ടുള്ള. ആ സമയത്ത് പുറത്ത് ഈ അമ്മയുടെ സഹോദരങ്ങളായിട്ട് 2 പേർ വന്നിരുന്നു. അവരുമായും വാക്കുതർക്കമടക്കമുണ്ടായി. പിന്നീട് അയൽവാസികളായിട്ടുള്ള ആളുകളൊക്കെ വന്ന് ഈ ക്രിസ്റ്റിയെ കീഴ്പ്പെടുത്തി പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇയാൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സറണ്ടർ ആവാൻ തയ്യാറായി എന്നുള്ള കാര്യം കൂടി പ്രത്യേകം പറയേണ്ടതുണ്ട്. നമ്മുടെ കൂടെ ചില നാട്ടുകാരടക്കം ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ക്രിസ്റ്റിയെ അവന്റെ ആ വെളിവൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവനത് ആലോചിക്കും. അത് അവനെ കണ്ടാ തോന്നുന്നു ഇവൻ മയക്കുമരുന്ന് അടിച്ചിട്ടില്ല എന്നാണ് തോന്നണതെന്ന് ഈ അയൽവാസി പറയുന്നുണ്ട്. ഗീതമ്മയുടെ 2 സഹോദരന്മാരും വന്ന് അതിൻ്റെ ഇടയിൽ അവർക്കൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോഴെല്ലാം അവിടെ സംഭവം കഴിഞ്ഞു. ഒരു കുറ്റബോധം ഇല്ലായിരുന്നു. ഇവൻ ഈ അമ്മയെ ഇങ്ങനെ ചെയ്തിട്ടൊരു കുറ്റബോധം ഇല്ലാതെ ഇവൻ നിൽക്കുകയാണ്. കാരണം നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ചേട്ടൻ പേരെന്താണ്? എൻ്റെ പേര് നിപുൺ. അപ്പോൾ ഇന്നലെ ഈ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഈ പ്രതിയെ നിങ്ങളാണോ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്? ഞാനാണ്. ഞാൻ രാത്രി ഒരു 9 മണി കഴിഞ്ഞപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയത്. കുളി കഴിഞ്ഞിട്ട് ഒരു 9:30 കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നു കഴിഞ്ഞപ്പോൾ വൈഫ പറയുന്നത് ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നെന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റ് ഓടി വരുമ്പോൾ ഈ പറഞ്ഞ ഗീത ചേച്ചീൻ്റെ സഹോദരങ്ങളെ ക്രിസ്റ്റി ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും കൂടെ ചേർന്ന് അവനോട് സമാധാനിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അത് കഴിഞ്ഞപാടെ പുള്ളിക്കാരൻ്റെ ആങ്ങളെ പുറത്തിറങ്ങിയിട്ട് എൻ്റെ പെങ്ങളെ കൊന്നറാന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോഴും ഞാൻ ചാടി വീട്ടിനകത്ത് കയറി നോക്കുന്നതും സംഭവം കാണുന്നു. അകത്ത് കയറി നോക്കുമ്പോൾ എന്തായിരുന്നു കാഴ്ച? അതായത് ബെഡിൽ കിടക്കുകയായിരുന്നു. അതായത് ഫുള്ള് ബ്ലഡ് ക്ലോട്ടായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എനിക്ക് അവിടെ എന്താ പറയുക ഒരു ഷോക്കായിപ്പോയി. അപ്പോഴേക്കും ഞാൻ ഇവരോട് പറഞ്ഞു ഒരു വണ്ടി വിളിക്ക് നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ സംസാരിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ കാർ എടുത്ത് ഇവിടെ വന്നു. പറയാൻ തന്നെ ബുദ്ധിമുട്ട്. ഈ ആളാണ് എല്ലാം കണ്ടത്. അത് ആ കണ്ട രംഗത്തിൽ ആരെക്കൊണ്ട് എല്ലാവരും ഷോക്കായി. ബുദ്ധിമുട്ടുണ്ട് ആ ആളിന്. ഈ ആളിൻ്റെ ബൈക്കിലിരുത്തിയാണ് ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുപോണത്. ഇവൻ പോകുന്ന വഴിക്കെന്തോ ഇവന് സിഗരറ്റ് മേടിച്ചവൻ വലിക്കുകയാണ്. അപ്പം എത്ര തൻ്റെ ഇടം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കണം. ചിന്തിക്കോ ഇനി സ്വന്തം അമ്മയെ കൊന്നില്ല, ഇനി എന്തോന്ന് ചിന്ത. വന്നു കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞപ്പോൾ ആ പിടിക്ക് നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും തൊട്ടയൽവക്കക്കാരനായിട്ടുള്ള ദിലീപേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി വന്നിട്ട് പറഞ്ഞു എടാ ആൾ പോയെന്നാണ് തോന്നുന്നത്, നമുക്കിപ്പോൾ എടുക്കാൻ പറ്റില്ല, ആംബുലൻസ് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ വണ്ടി മാറ്റിയിട്ട് ആംബുലൻസ് വരാൻ നോക്കി. അപ്പോഴേക്കും ക്രിസ്റ്റി ഭയങ്കര പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുക. അവനാണെങ്കിൽ അച്ഛനെയും കൊല്ലണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ സംസാരിക്കുക. അപ്പോഴേക്കും ഞാൻ സമാധാനിപ്പിച്ച് താഴെയുള്ള കടയിൽ കൊണ്ടിരുത്തി. എന്നിട്ട് അവസാനം അവനോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. അച്ഛൻ അവിടെ ഇല്ല. അച്ഛൻ ആ സമയത്ത് വെളിയിലോട്ട് ഇറങ്ങി പോയ സമയത്താണ് ഈ അമ്മയെ ഉപദ്രവിക്കണത്. അപ്പം ആ അച്ഛനെയും കൊല്ലണമായിരുന്നു. ഒരു സഹോദരിയുള്ള കല്യാണം കഴിപ്പിച്ചയച്ചു. ഇല്ലായിരുന്നെങ്കിൽ ആ സഹോദരിയെ മനുഷ്യന് എന്ത് ധൈര്യത്തിലാണ് ബൈക്കിലിരുത്തി പോയെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. എങ്ങനെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കണ്ടേ, അതിനു വേണ്ടി കൊണ്ടുപോയതായിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ എന്നോട് പറഞ്ഞു ചേട്ടനെ കൊണ്ടുവിടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുവിടാന്ന് പറഞ്ഞ് ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അതായത് സ്റ്റേഷൻ്റെ മുമ്പിൽ എത്താനായപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് സിഗരറ്റ് വേണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് സിഗരറ്റ് മേടിച്ച് വലിച്ചുകൊണ്ട് അവനങ്ങ് സ്റ്റേഷനിലേക്ക് കയറി പോയത്. ഈ വീട്ടിൽ സ്ഥിരമായിട്ട് ഇയാൾ അമ്മയുമായി വഴക്കുണ്ടാക്കാറുണ്ടോ? നിങ്ങൾ അയൽക്കാർക്ക് എന്താണ് അതിനെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ? 1-2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഇടപെട്ടിട്ടില്ല.
അപ്പോഴേ പിടിച്ചവനെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ അതാ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഒരു ധൈര്യം വേണം. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടുകാർ വിചാരിക്കുന്നതോ നമ്മുടെ മോനല്ലേ മോളല്ലേ അമ്മയല്ലേ അച്ഛനല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷെ ആ സമയത്തെ ഒരു ധൈര്യം മനസ്സിൽ കൊണ്ടുവന്നത് അപ്പോഴും ഒരു ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ പിന്നീട് ഒരു ഫ്യൂച്ചർ ഇതുപോലൊരു കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വരത്തില്ല. അവര് വിചാരിക്കൂലല്ലോ അവരെ ഇപ്പൊ ഇങ്ങനെ കൊല്ലൂന്ന് അവര് അമ്മ വിചാരിക്കുന്നില്ല. പോലും വിചാരിച്ച കാര്യമല്ല ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത്. ഈ അമ്മയെ കൊല്ലാൻ മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ? ഇല്ല, ഞാൻ പോകുന്ന അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ മോട്ടീവ് ഒന്നും ആവശ്യമില്ലല്ലോ. മദ്യപാനം ആയാലും ഇപ്പോൾ എന്താ ഡ്രഗ്സ് ആണെങ്കിലും യൂസ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചൊരു മോട്ടീവിൻ്റെ ആവശ്യമില്ല. അവർക്കിപ്പോൾ പണമാണ് വേണ്ടെങ്കിൽ പണം വേണം. അപ്പോൾ അതിന് ഏതൊരു വഴി അവർ ചൂസ് ചെയ്യാനായിട്ട് തയ്യാറാണ്. വഴിക്ക് ഞാൻ അവൻ്റെ അടുത്ത് എന്താടാ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് അവരെ എന്നെ ഇങ്ങനെ ആക്കിയത്, പിന്നെ അവരെന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നത്, ഇത്ര മാത്രമേ അവൻ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അമ്മയടുത്ത് പൈസ വലിക്കാനായാലും കുടിക്കാനായാലും ചോദിച്ചിട്ട് അമ്മ കൊടുത്തു കാണൂല. അതായിരിക്കും അവൻ പറഞ്ഞത് അവരാണ് ഇങ്ങനെ ആക്കിയതെന്ന്. കൊടുക്കും, ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ കൊടുത്തു കാണും. ഈ അമ്മ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള രംഗങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കാൻ വിട്ടിട്ട് അവിടെ നിന്ന് പഠിക്കുന്നില്ല, അനാവശ്യമായ കൂട്ടുകെട്ട്, ഇതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മകന് കൂട്ടുനിന്ന് പണം വാരിക്കോരി കൊടുത്ത് നീ പോയി മയക്കുമരുന്ന ഒക്കെ അടിച്ചിട്ട് വാ അല്ലെങ്കിൽ മദ്യം അടിച്ചിട്ട് വാ എന്ന് പറഞ്ഞ ഒരു അമ്മയായിരിക്കൂല. ഇതിനെ എതിർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാക്ക് തന്നെ പറയാൻ കാര്യം. നല്ല കാര്യത്തിനാണെങ്കിൽ കൊടുക്കണേലെന്ത്, എന്തെങ്കിലും ആവശ്യം വേണം, കഴിക്കാൻ എന്തെങ്കിലും വേണം, പോയി ഇന്നാ മോനെ മേടിച്ച് കഴിച്ചോ, അല്ലെങ്കിൽ നിനക്ക് ഒരു ഡ്രസ്സ് വേണം നീ പോയി മേടിച്ചോ, അല്ലെങ്കിൽ മോൻ നല്ലതുപോലെ നിന്ന് പടി എന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോണതാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, അപ്പൊ ഇവന്മാരെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ചോദിക്കുമ്പോ എന്നാ മോനെ പോയി കുടിച്ചിട്ട് വാ, കഞ്ചാവ് അടിച്ചിട്ട് വാ, ഇങ്ങനെ സന്തോഷത്തോടെ കൊടുക്കണമായിരിക്കും. അതുകൊണ്ടാണ് അവൻ ഈ ഒരു വാക്ക് പറഞ്ഞ നിങ്ങളാണ് ഇങ്ങനെ ആക്കിയതെന്ന്. അതിപ്പോ അത് കുടിയന്മാരായാലും വലിക്കണന്മാരെടുത്താലും ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം പറയുന്നത് ഇങ്ങനെ ഈ ഒരു കാരണേ പറയൂ, അവരാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, ഇതാണ് അവരാ ഒരു ഡയലോഗ് അവസാനം പറയുന്ന വാക്ക്. ഇത്ര മാത്രമേ അവൻ പറയുന്നുള്ളൂ. ഇയാൾ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. നിങ്ങൾക്ക് ഈ പയ്യൻ ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാം? അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയാം. പക്ഷേ ഇന്നലെ അവൻ സംസാരിക്കുന്നതിൻ്റെ അകത്ത് അവൻ ലഹരി ഉപയോഗിച്ചായിട്ട് തോന്നുന്നില്ലായിരുന്നു. കാരണം അത്രയും കൂളായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം. കാരണം ഇത് ലഹരിയുടെ ഇൻഫ്ലുവൻസിലാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ഡിഫൻസ് അവിടെ വരുന്നുണ്ട്. ആ ഒരു ബോധത്തോടെ അല്ല ചെയ്തതെന്നും അതെന്താണ് ചെയ്യണമെന്ന് അവനൊരു മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫൻസ് വന്നു കഴിഞ്ഞാൽ അവന് കുറച്ചുകൂടി ശിക്ഷ ഇളവ് കിട്ടും. അല്ല, അവൻ ബോധത്തോടെയാണ് ചെയ്തതെന്ന് ഈ മനുഷ്യൻ പറഞ്ഞതെങ്കിൽ അതാണ് ശരിയെങ്കിൽ നല്ല കാര്യം, അവന് നല്ല ശിക്ഷ തന്നെ കിട്ടണം. അവൻ കാലകാലം കിടക്കേണ്ടി വരും. യാതൊരു കുറ്റബോധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും കൂളായിട്ട് തന്നെ ഇവ സംസാരിക്കുന്നത്. നാട്ടുകാർ മറ്റു ചില ആളുകളൊക്കെ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. മക്കള് കഞ്ചാവും മയക്കുമരുന്നൊക്കെ അടിച്ച് ഇപ്പം തന്നെ 2 ദിവസം മുമ്പ് ഒരു സ്ത്രീയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഫാത്തിമ നസ്റിൻ എന്ന് പറയുന്ന ആ ഒരുത്തിയെ ഒരു യുവാവിനെയും പിടിച്ചു. 3 കോടി വില മതിക്കുന്ന സാധനമാണ് പിടിച്ചിരിക്കുന്ന. നല്ല സാധനം പിടിച്ച് വെളിയിലോട്ട് ഇന്നലെ തുടങ്ങിയൊന്നും പരിപാടികളല്ല. ആ ഇത് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പിടിച്ച ആ ഒരു സംഭവങ്ങൾ എത്രത്തോളം ക്വാണ്ടിറ്റി പിടിച്ചു എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള പരിപാടിയാണ്. അവര് സ്ഥിരമായിട്ട് അവരിങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാക്കുമായിരിക്കും അല്ലേ, കോടികൾ ഇവർ ഉണ്ടാക്കും. അവൾ ആ വീഡിയോയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും. അതിൽ ചെന്ന് ഒരുപാട് പേര് കമൻ്റ് ഇടും, അയ്യോ നസ്റിൻ പാത്തു നസ്റിൻ എന്നും പറഞ്ഞ് ഇടുന്ന കാണണം. എന്നാലും അവരെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെ ഇറക്കി വിടും. അതിനു മുമ്പ് തന്നെ വേറൊരുത്തി ഇതുപോലെ ഒരു ഇൻഫ്ലുവൻസറിനെ പിടിച്ച് അത് അവൾ കൂസലില്ലാതെ ഇപ്പോൾ 1 വർഷമായി. അവൾ ഇറങ്ങിപ്പോയല്ലോ. പോയതിന് ശേഷം വീണ്ടും രണ്ടാമത് പിടിച്ചു. ഇവളുമാരായാലും യവനുമാരായിരുന്നാലും ഈ സാധനം വിദേശത്ത് കടത്തും. ഞാൻ ഈ ഒരു സംഭവം അറിഞ്ഞപ്പോഴത്തേക്കിന് അമ്മേനെ ഇവൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചോന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അമ്മയെ വേറൊരു രീതിക്ക് കണ്ടു കാണുമായിരിക്കും. ചിലപ്പോൾ അതിന് വഴങ്ങാത്തത് കൊണ്ടായിരിക്കും ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നും ഉറപ്പുണ്ട്. ചിലപ്പോൾ വെളിയിൽ വേറുള്ള സ്ത്രീകളടുത്തും ഇങ്ങനെ കാണും. ഇതിന് ചിലപ്പോൾ അമ്മ വിലക്കിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ അമ്മയാണ് പെങ്ങളാണെന്നൊന്നും പറഞ്ഞ് ഒന്നും അറിയത്തില്ല. മയക്കുമരുന്ന് അടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എനിക്കും തോന്നണം ഈ അമ്മയെ ഇങ്ങനെയുള്ള കാര്യത്തിന് ഉപയോഗിക്കാൻ ചെന്നിട്ടുണ്ട്. അതിന് വഴങ്ങാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് ചെയ്തത് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. വീട്ടിലിപ്പോൾ നിങ്ങളുടെ മക്കളോ ആരെങ്കിലും അച്ഛനോ ആരോ ആയിക്കോട്ടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഇൻഫോം ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങളുടെ ഹെൽത്തിന് തന്നെയാണ് അത് ബാധിക്കുന്നത്. പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ
ഫ്യൂച്ചറിൽ നമുക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമ്മളൊരു ആക്ഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഇവർക്ക് പറ്റിയ മിസ്റ്റേക്ക് അതാണ്. ആദ്യം ഇവർക്ക് അറിയായിരുന്നു, മകനെ വിലക്കി അഡ്വൈസ് ചെയ്തു, പക്ഷേ അതിലും ശരിയായില്ല. അങ്ങനെ വന്നപ്പോൾ അവസാനം ജീവനും പോയി. കൂട്ടുകെട്ടും ഈ മയക്കുമരുന്നുള്ള ഒരു സാധനവും ഉണ്ടെങ്കിൽ പിന്നെ നശിച്ച്. മദ്യമായിരുന്നാലും മയക്കുമരുന്നായിരുന്നാലും കൂട്ടുകെട്ടും ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൻ്റെ അടുത്ത് ഒരിതും കാണൂല. ഇപ്പം അമ്മയാണെന്നോ അച്ഛനാണെന്നോ സഹോദരിയാണെന്നോ സഹോദരനാണെന്നോ എന്നൊന്നും അറിയാൻ പറ്റൂല അവർക്ക്. അതിലോട്ടങ്ങ് പോവുകയാണ് ചെയ്യണത്. ഇനിയിപ്പം മകനെ പിടിച്ച് ജയിലിൽ കൊണ്ടുവന്ന് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ കിട്ടുന്നത് നല്ല ഫുഡാണ് കിട്ടുന്നത്. അവർക്ക് മട്ടനും ചിക്കനും അങ്ങനെയൊക്കെ ഉള്ള ഫുഡുകൾ നല്ലതുപോലെ ഉണ്ട്. അതുപോലെ മീനുകളുണ്ട്, മീനും കൂട്ടിയുള്ള നല്ല ഊണ്, ഇറച്ചിയും കൂട്ടിയുള്ള ഊണ്. പിന്നെന്തോ നല്ല ശമ്പളമുണ്ട്, 700 രൂപയും കണ്ടുണ്ട് ഒരു ദിവസം. അപ്പം തന്നെ അവർക്കിപ്പോൾ എത്ര കൊല്ലം കിടന്നാലും അവർക്കൊരു നല്ല വരുമാനം ഉണ്ടാക്കി അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാം. മിക്കുള്ളവരും ഇപ്പോൾ പറയണത് അങ്ങനെയാണ്, എങ്ങനെയെങ്കിലും ആരെങ്കിലും തട്ടിയിട്ടെങ്കിലും പോയി കിടന്ന് പണം ഉണ്ടാക്കണം. അതുകൊണ്ട് അവർക്ക് ഇതിലൊന്നും ഒരു പേടിയില്ല. ഇനി ഇത് തുടർന്നു കൊണ്ടേയിരിക്കും. ഇതിനൊരു നടപടി എടുത്തില്ല, അവർക്ക് നല്ലൊരു ശിക്ഷ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും.